കച്ചവട താൽപ്പര്യങ്ങൾ അരങ്ങുവാഴുന്ന നമ്മുടെ കേരളത്തിന് നഷ്ടമാവുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പ്രകൃതി സമ്പത്തിനെയാണ്. വയലുകൾ, ജലാശയങ്ങൾ, കാവുകൾ, ചതുപ്പുനിലങ്ങൾ തുടങ്ങി കേരള ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ തുടിപ്പുകളുടെ കൂട്ടത്തിലേക്ക് ഒരു ദ്വീപ് കൂടി, പാമ്പുരുത്തി. കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു കൊച്ചു ദ്വീപാണ് പാമ്പുരുത്തി. വളപട്ടണം പുഴയിൽ 3.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ഭൂപ്രദേശം 200ഓളം വീടുകൾ, സ്കൂൾ, പള്ളി, ക്ഷേത്രം, പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവയെ ഉൾക്കൊള്ളുന്നു. പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഈ ദ്വീപ് കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളുടെ പട്ടികയിൽ 5ാമതാണ്. മേന്മകളേറെ പറയാനുണ്ടെങ്കിലും പാമ്പുരുത്തി നിവാസികൾ ഇന്ന് ആശങ്കയിലാണ്. പാമ്പുരുത്തിക്കു ചുറ്റും വർഷങ്ങളായി തുടരുന്ന മണൽവാരൽ ദ്വീപിന്റെ വിസ്തൃതിയെ അനുദിനം കുറച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യകാലത്തൊക്കെ യഥാർത്ഥത്തിൽ ഈ പൂഴിയെ സംബന്ധിച്ചിടത്തോളം പൂഴി വാരുന്ന സമ്പ്രദായം വളരെ ആവശ്യമായ ഇവിടത്തേക്ക് ആവശ്യത്തിന് മാത്രമേ പൂഴി വാരാറുള്ളൂ. പക്ഷെ പിന്നീട് ഈ പൂഴിയുടെ ആവശ്യകത കൂടിയപ്പോൾ പല ആളുകളും പൂഴി വാരി വിൽക്കാൻ വേണ്ടി തുടങ്ങി. അതോടുകൂടി ഈ ദ്വീപിന്റെ കരയിടിച്ചൽ, അത് മുമ്പൊക്കെ യഥാർത്ഥത്തിൽ ഈ പുഴ കാണുന്നത് ഈ ഇപ്പം വേലി ഇറക്കാണ്. ഈ ഇറക്ക സമയത്ത് ഇവിടെയൊക്കെ ഇതായിരിക്കും, മണൽത്തിട്ടയായിരിക്കും. അപ്പോൾ ഈ പൂഴി വാരലോടുകൂടി ആ മണൽത്തിട്ടയൊക്കെ നഷ്ടപ്പെട്ട് അതോടുകൂടി കരയിടിഞ്ഞ് ഒരുപാട്, അതായത് ഒരു 100 ഏക്കർ ഉണ്ടായിരുന്ന ഈ ദ്വീപ് ഇന്ന് കേവലം 80-85 ഏക്കർ മാത്രമേ ഉള്ളൂ. പൂഴി വാരുന്നത് കൊണ്ട് ഞങ്ങൾ കരയിടിച്ചിലുണ്ടാകുന്നത് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അങ്ങനെ ഹൈക്കോടതിയും എന്താക്കിയിട്ടുണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി നിരോധനം നിലനിൽക്കെയാണ് ദിവസേന രാവിലെയും വൈകിട്ടും മണൽ വാരുന്നതിനായി വള്ളങ്ങൾ ഇവിടെ എത്തുന്നത്. നാറാത്ത പഞ്ചായത്തിന്റെ കരയാണ് വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും കിടക്കുന്നത്. അവിടെ അവർ പാസ് കൊടുത്ത് പൂഴി വാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാപ്പിനിശ്ശേരി പഞ്ചായത്ത്, അതാണ് ഇങ്ങ് കാണുന്ന ആ പ്രദേശം, അവിടുന്ന് അങ്ങനെ പാസ് കൊടുത്ത് പൂഴി വാരുന്നുണ്ട്. അവരും ഞങ്ങളുടെ പൂഴി ഇങ്ങനെ വാരിക്കൊണ്ടുപോകുന്നു. ഇതിനൊക്കെ എതിരായിട്ട് ഞങ്ങളുടെ നാട്ടുകാരുടെ സന്നദ്ധ പ്രവർത്തനം രാത്രിയും പകലും ഞങ്ങൾ അതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്വീപ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്കും കരയിടിച്ചലിനെ തടയാനാവുന്നില്ല. പ്രകൃതിയൊരുക്കുന്ന ജൈവവേലിയാണ് കണ്ടൽ വേരുകൾ. അവയിലൂടെ ഒരു ചെറുദ്വീപിന്റെ അവശേഷിപ്പുകൾ കാണാം. നമ്മുടെ നാടിന്റെ ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കണ്ടൽ കാണുന്നത്. ഈ ഭാഗത്ത് മണൽവാരൽ മൂലം ഒരുപാട് ദ്വീപിന്റെ ഭാഗങ്ങൾ നശിച്ചുപോയിട്ടുണ്ട്. ഈ കണ്ടൽ ജൈവ വേലിയായിട്ട് നിൽക്കുന്ന ഈ കണ്ടലുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇവിടെ ബാക്കിയായിട്ടുള്ളത്. സമീപഭാവിയിൽ തന്നെ ഈ കണ്ടലുകൾ നശിക്കലോടുകൂടി ഈ കരഭാഗം മുഴുവനായും പുഴയുടെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട്. ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകൾ, പ്രാദേശികമായി മാടുകൾ എന്നറിയപ്പെടുന്ന ഇവ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. അപൂർവയിനം സസ്യങ്ങൾ, പക്ഷികൾ, ചെറുജീവികൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. ഒരുപക്ഷെ മനുഷ്യനേക്കാൾ പ്രകൃതിയെ അറിയാൻ ഈ ജീവജാലങ്ങൾക്ക് കഴിയുന്നതുകൊണ്ടാവാം അവ പാമ്പുരുത്തിയെ കൈവിട്ടത്. സ്വന്തം മണ്ണ് സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് പാമ്പുരുത്തിക്കാർ നടത്തിയ സമരങ്ങളും നൽകിയ പരാതികളും ഏറെയാണ്. കൊളച്ചേരി പഞ്ചായത്തിന്റെ 1ാം വാർഡായ പാമ്പുരുത്തിയിൽ ഇത്തരം ഒരു ഭൂമി ശാസ്ത്രപരമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്വീപായതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഈ വിഷയത്തിൽ ശക്തമായ നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത പഞ്ചായത്തുകളുടെ കടകളിൽ നിന്നും പാസ് അനുവദിക്കുന്നത് മൂലം ദ്വീപ് ചുരുങ്ങി വരികയാണ്. അതുകൊണ്ട് റവന്യൂ, ജിയോളജി വകുപ്പുകളും പോലീസും ശക്തമായ നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കൂടാതെ നാറാത്ത് കേന്ദ്രീകരിച്ച് ഒരു പിക്കറ്റ് സ്റ്റാൻഡ് അനുവദിക്കണം. മണൽ മാഫിയയുടെ സ്വാധീനത്തിന് വഴിപ്പെട്ടുപോയ അധികാരികൾക്ക് ഈ ദുരവസ്ഥയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല. മണൽവാരലുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള വള്ളനിർമ്മാണവും പാമ്പുരുത്തിയിൽ സജീവമാണ്. ഏകദേശം 100ഓളം തൊഴിലാളികളാണ് പാമ്പുരുത്തിയിൽ നിന്ന് മണൽ വാരുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ആലപ്പുഴയിൽ നിന്നും വൈക്കത്തും തിരുവനന്തപുരത്തും ഒക്കെ
ഇവിടെ വന്നിട്ട് വടിയെടുക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ മുങ്ങിക്കഴിഞ്ഞാൽ അടിയിൽ ചെന്ന് 10 വട്ടം വാരി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുനിന്ന് 10 വട്ടം വാരി ഇപ്പുറത്തുനിന്ന് 10 വട്ടം. അതൊരു ഇടിച്ചിലായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ സൈഡിൽ പോയി വാരുന്ന ഒരാൾ ഈ ഇടിച്ചിലെന്ന് പറയും. അതുകൊണ്ട് അതിനൊക്കെ അടുത്ത് പോയി വാരുവാണെങ്കിൽ ഇടിഞ്ഞു പോകും. ഇത് മാത്രമല്ല, കിലോമീറ്റർ കണക്ക് കാലമില്ല. തങ്ങളുടെ തൊഴിലിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തൊഴിലാളികൾ ബോധവാന്മാരല്ല. ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന പാമ്പുരുത്തി ഒരടയാളമായെങ്കിലും അവശേഷിക്കണമെങ്കിൽ മണൽവാരൽ പൂർണ്ണമായും നിരോധിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. പാമ്പുരുത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുദിനം മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ വാസസ്ഥലം മാത്രമല്ല, ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. മറ്റൊരു തുരുത്തു തേടി പോകാനില്ലാത്ത ഒരു ജനതയുടെ ആശങ്കകളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല.